nuclear power. So what is nuclear power? Nuclear power is energy produced from reactions in the nucleus of atom. അതായത് ന്യൂക്ലിയസ് ആറ്റത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക് എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നൊരു സോഴ്സ് ഓഫ് എനർജിയാണ്. പിന്നെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. അപ്പോൾ ന്യൂക്ലിയർ എനർജി റിയാക്ഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പോൾ ദ ഡിവിഷൻ ഓഫ് ആറ്റംസ് ടേക്ക് പ്ലേസ് ടു ഫോം സ്മോളർ ആറ്റം ബൈ റിലീസിംഗ് എനർജി. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ആറ്റംസ് കമ്പൈൻ ടു ഫോം ലാർജർ ആറ്റം. അപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫിഷൻ ആണ്. അപ്പോൾ അടുത്തത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു എലമെന്റ് എടുക്കുകയാണ്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് എലമെന്റിലേക്ക് മാറ്റുന്നതാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇഫ് എ ന്യൂക്ലിയസ് ഇന്ററാക്ട് വിത്ത് അനദർ പാർട്ടിക്കിൾസ്, അപ്പോൾ ദാറ്റ് സെപ്പറേറ്റ് അതിൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറി ആ പ്രോസസ്സിനാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്കാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് inelastic scattering, elastic scattering, മൂന്നാമത്തെ പറയുമ്പോൾ capture scattering. അപ്പോൾ inelastic scattering എന്ന് പറയുമ്പോൾ this process take place when a transfer of energy occurs. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ E of t is equal to a plus 1 by a into E1. E1 എന്ന് പറയുന്നത് എനർജി ഓഫ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. EF എന്ന് പറയുന്നത് ഇനലാസ്റ്റിക് ത്രെഷോൾഡ് എനർജിയാണ്. എലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഒക്കേഴ്സ് വെൻ ദർ ഇസ് എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ പാർട്ടിക്കിൾസ്. അതിനകത്ത് പറയുമ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും എലാസ്റ്റിക് സ്കാറ്ററിംഗിൽ. അടുത്ത ക്യാപ്ചർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ വെൻ എ ന്യൂക്ലിയസ് ഇസ് ക്യാപ്ചർ ന്യൂട്രൽ അല്ലെങ്കിൽ ചാർജഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഫോളോഡ് ബൈ ഗാമ റേസിനെയാണ് ക്യാപ്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ മെഡിക്കൽ വരുന്നുണ്ട്, പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ വരുന്നത്. അപ്പം അടുത്തെന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഫിഷൻ. Nuclear fission is a process in which a heavy nucleus split into 2 smaller nuclei when hit by a neutron. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് uranium-235 എന്ന് പറയുന്നത്. ഇതിലൊരു റിയാക്ഷൻ എഴുതാൻ പറ്റും നമുക്ക്. എക്സാമ്പിൾ നമുക്ക് റിയാക്ഷൻ ചെയ്യുമ്പോൾ uranium-235 magnitude ആണെങ്കിൽ ഇതാണ് എക്സാമ്പിൾ. അടുത്ത ചെയിൻ റിയാക്ഷൻ. എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷൻ കഴിഞ്ഞ് ന്യൂട്രോണെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ കുറേ ആറ്റം സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ചെയിൻ ആയിട്ട് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ചെയിൻ റിയാക്ഷൻ 2 തരത്തിലുണ്ട്: കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ, അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒക്കേഴ്സ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോൾ
റിയാക്ഷൻ ഉള്ളത്. അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അത് റാപ്പിഡ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അത് പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഫിഷൻ പ്രോഡക്റ്റ്. Fission product എന്ന് പറയുമ്പോൾ fission product ആണ് സ്മോളർ ന്യൂക്ലിയർ ഫോർമഡ് ആഫ്റ്റർ എ ഫിഷൻ റിയാക്ഷൻ. ഫിഷൻ റിയാക്ഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂക്ലിയസിനാണ് നമ്മൾ ഫിഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് അയഡിൻ, ബേരിയം, അങ്ങനെയുള്ള കുറേ എലമെന്റ്സ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്തൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫിഷൻ റിയാക്ടർ, അടുത്തത് പറയുന്നത് ഫിഷൻ റിയാക്ടർ. Fission reactor എന്ന് പറയുമ്പോൾ ഇസ് എ സിസ്റ്റം ഡിസൈൻഡ് ടു കൺട്രോൾ ന്യൂക്ലിയർ ഫിഷൻ. അതായത് ഇതൊരു സിസ്റ്റം പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യമേ ഫിഷൻ ഒരു എലമെന്റ് വെച്ചിട്ട് ഫിഷൻ വഴി ഹീറ്റ് റിലീസ് ആകും. അതിൻ്റെ ആ ഹീറ്റിനെ കൺവേർട്ട്സ് വാട്ടർ ഇൻടു സ്റ്റീമായിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റീം വന്ന് ടർബിനെ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ടർബിൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണക്ഷൻ ഉണ്ട്, ടർബിനിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അടുത്തത് പറയുന്നത് ബ്രീഡർ റിയാക്ടേഴ്സ്. അതെന്ന് പറയുമ്പോൾ ബ്രീഡർ റിയാക്ടേഴ്സ് ആർ അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് മോർ ന്യൂക്ലിയർ ഫ്യൂൽ ദാൻ ദേ കൺസ്യൂം. അതായത് നോൺ ഫിസിൽ ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ ഫിസിൽ ഫ്യൂലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. അതായത് യുറേനിയം 238നെ നമ്മൾ പ്ലൂട്ടോണിയം 236 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ബ്രീഡർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് മോർ എഫിഷ്യൻസിയാണ്, റെഡ്യൂസ് ന്യൂക്ലിയർ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുണ്ട്, പിന്നെ ലോങ് ടേം എനർജി പ്രൊഡക്ഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അടുത്തതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനെ നമുക്ക് തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വേണേൽ പറയാം. തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത് when two light nuclei combine to form large nuclei, അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഐസോട്ടോപ്പ്, ഹീലിയം ആയിട്ട്